വർദ്ധിക്കുന്നു എന്നതാണ്. ഈ പ്രശ്നത്തെ കേരളം എങ്ങനെയാണ് സർ അഭിമുഖീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കാം. രാജ്യത്തിന് മാതൃകയാകുന്ന രൂപത്തിലാണ് നമ്മൾ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത്. ശരിയാണ് സർ, ഉത്തരം വളരെ ചോദ്യം വളരെ പ്രസക്തമാണ്. സർ, വികസിത രാജ്യങ്ങളടക്കം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഡിജിറ്റൽ വിടവ് എന്നത്. എന്നാൽ കേരളം പൊതുവിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കുന്ന ഭാഗമായി സാങ്കേതിക വിദ്യാസൗഹൃദമാക്കാൻ തീരുമാനിച്ചപ്പോൾ കൈക്കൊണ്ട പ്രധാന തീരുമാനം ഒരു കാരണവശാലും ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകരുതെന്നാണ്. സാമ്പത്തിക സാമൂഹിക അന്തരങ്ങളോ ലിംഗവ്യത്യാസമോ ഒന്നും തടസ്സമാകാതെ മുഴുവൻ കുട്ടികൾക്കും നിർഭയമായ ഡിജിറ്റൽ ഉപകരണങ്ങൾ പ്രാപ്തമാക്കുന്ന ഉറപ്പാക്കാനാണ് 8 മുതൽ 12 വരെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ മുഴുവൻ ക്ലാസുകളെ സാങ്കേതിക സൗഹൃദമാക്കിയത്. അതോടൊപ്പം എല്ലാ പ്രൈമറി സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബുകൾ ഒരുക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. സാമൂഹ്യ നീതിയുടെയും അവസര തുല്യതയുടെയും കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല. കൂടാതെ എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളുക എന്ന നിലപാടാണ് നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതിന്റെ തുടർച്ചയായ വിദ്യാകരണവും മുന്നോട്ട് വെച്ച സർ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, എല്ലാ സ്ഥാപനങ്ങളിലും ഒരു വേർതിരിവില്ലാതെ ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനമാണ്. കേരളം ഇന്ത്യക്ക് തന്നെ കാര്യത്തിൽ മാതൃകയായിട്ടുണ്ട്. സർ, ശ്രീ സേവിയർ ചിറ്റിലപ്പള്ളി. സർ, കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച 5 കോടി രൂപ പദ്ധതിയിലെ വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UP ബ്ലോക്കിന്റെ നിർമ്മാണം നടന്നു വന്നിരുന്നു. കരാർ കമ്പനിയുടെ അനാസ്ഥ കാരണം കമ്പനിയെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്തു. തുടർന്ന് കെട്ടിട നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. 75% പണി പൂർത്തിയായ ഈ കെട്ടിടം അടിയന്തരമായി നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കും. സർ, 5 കോടി രൂപയിലാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സ്കൂൾ വടക്കാഞ്ചേരി സ്കൂളിന്റെ നിർമ്മാണം ആരംഭിച്ചത്. സർ, 70% നിർമ്മാണം പൂർത്തീകരിച്ചു. പക്ഷേ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ കോൺട്രാക്ടറുടെ പ്രവർത്തനത്തിലെ കുറവ് പരിശോധിച്ചപ്പോൾ അയാളെ ഒഴിവാക്കേണ്ടി വന്നു, ടെർമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം നടന്ന നടപടികളുടെ ഭാഗമായി തുടർ നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലെത്തി. ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിൽ കിഫ്ബി പ്രോജക്ട് എക്സിക്യൂഷൻ ഡോക്യുമെന്റ് അംഗീകാരം നൽകി. അതുപോലെ തന്നെ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് നൽകുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നു. സാർ, ഏപ്രിൽ മാസത്തിൽ അങ്ങയുടെ മണ്ഡലത്തിലെ സ്കൂളിന്റെ പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ശ്രീ അനൂപ് ജേക്കബ്. ഇവിടെ പ്രതിപാദിച്ച വിഷയം തന്നെയാണ്. ഈ കിഫ്ബി പ്രൊജക്റ്റിൽ ആദ്യം ലഭിച്ച പല സ്കൂളുകളിലും നിർമ്മാണം പൂർത്തിയാവാതെ കിടക്കുന്നുണ്ട്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും പിറവം ഹയർ സെക്കൻഡറി സ്കൂള് ഈ നിലയിൽ കിടക്കുകയാണ്. ഗവൺമെന്റ് തലത്തിൽ തീരുമാനം വേണമെന്നുള്ളതാണ് പറയുന്നത്. ആദ്യ ഭാഗം പൂർത്തിയായി, രണ്ടാം ഭാഗം പൂർത്തിയാക്കാനായിട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടില്ല. സർക്കാർ തലത്തിൽ തീരുമാനം വേണമെന്ന് പറയുന്നു. അത് പറഞ്ഞാണ് 3 വർഷം പിന്നിടുകയാണ്. അതിനുള്ള ഒരു നടപടി, അത് അടിയന്തരമായി പൂർത്തിയാക്കാനുള്ള നടപടി ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. സാർ, ഇതിലിപ്പോ ഞാനിവിടെ ആമുഖമായി പറഞ്ഞല്ലോ സാർ, കേരളം നമ്മുടെ രാജ്യത്ത് തന്നെ മാതൃകയാകുന്ന അടിസ്ഥാന സൗകര്യ വികസനം നടന്നിട്ടുള്ളത്. സാർ, 455 സ്കൂളുകളുടെ കെട്ടിടം ഇനി പൂർത്തീകരിക്കാനുണ്ട്. അതിൽ 120 സ്കൂളുകൾ, അങ്ങ് പറഞ്ഞ പിറവ സ്കൂൾ ഉൾപ്പെടെ 120 സ്കൂളുകൾ സാങ്കേതികമായ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ വിശദാംശങ്ങളും ഉണ്ട്. അങ്ങേക്ക് ആവശ്യമുണ്ട്, ഞാൻ ഈ സമയക്കുറവുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല, കൊടുത്തരാം. 120 സ്കൂളുകൾ സാങ്കേതിക തടസ്സമുണ്ട്. സാർ, 334 സ്കൂളുകളുടെ നിർമ്മാണം നടന്നു വരികയാണ്. സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഈ 120 സ്കൂളുകളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ പ്രശ്നം, സാങ്കേതിക മറ്റ് നടപടിക്രമങ്ങളുടെ പ്രശ്നമാണ്. അങ്ങയുടെ മണ്ഡലത്തിലെ സ്കൂളിന്റെ സാങ്കേതിക പ്രശ്നം പരിശോധിച്ച് ഇടപെട്ടതിന് പരിഹാരം കാണാൻ ഉടൻ ശ്രമിക്കുന്നത്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് 1ഉം 2ഉം പിണറായി ഗവൺമെന്റുകൾ വരുത്തിയ മാറ്റം കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ്. സർ, ഏതാണ്ട് 6000 കോടിയിൽ പരം കേവലം 8 വർഷക്കാലത്തിനിടയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരു ഗവൺമെന്റ് ചെലവാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഐക്യകേരള പിറവിക്ക് ശേഷം ആകെ ചെലവഴിച്ച തുകയുടെ കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത് ഈ 9 വർഷക്കാലമാണെന്ന് കാണാൻ സാധിക്കും. സർ, ആ നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റത്തിന് കാരണമായത് ഗവൺമെന്റിന്റെ ശ്രദ്ധാപൂർവമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തന്നെയാണ്. ആ യജ്ഞം വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ, ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ശിവൻകുട്ടിയെ ഞാൻ പ്രത്യേകം